ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാകിസ്ഥാൻ വലിയ യുദ്ധം നടന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നടക്കുന്ന സമയങ്ങളിലൊന്നും പാർലമെൻറ്റ് സെഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷം ആരംഭിച്ച പാർലമെൻറ്റ് സെഷനാണ് ഇപ്പോഴത്തേത്. സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പാർലമെൻറ്റ് സെഷനിൽ വലിയ ചർച്ചയാവും. കാരണം ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസ്, അതായത് പ്രധാന പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകണം, നമുക്ക് എത്ര നാശനഷ്ടം വന്നിട്ടുണ്ട്, നമ്മൾ പാകിസ്ഥാനിൽ എവിടെയൊക്കെ അടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞ കോൺഗ്രസും പ്രധാന പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ പാർലമെന്റിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയാക്കുകയേ വേണ്ട. അത് ഇന്നലത്തെ അറിയാലോ, ഇന്നലെ തീവ്രവാദികളെ വധിച്ചു എന്ന് സൈന്യം റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ്. ദേശീയ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നവർ ഇന്നലെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഇന്നലത്തെ പാർലമെന്റിന്റെ നടക്കാൻ പോയിരുന്ന ആ ഒരു ചർച്ചയെപ്പറ്റി കാത്തിരുന്നത്. അവിടെ ചർച്ച നടത്താതിരിക്കുക, അവിടെ നിന്നുള്ള ശബ്ദം പുറത്തേക്ക് വരാതിരിക്കുക, ഇതൊക്കെയാണ് പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി അവിടെ പരമാവധി ഒച്ചപ്പാടുണ്ടാക്കുക, പരമാവധി സഭ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടയായിട്ടാണ് പ്രതിപക്ഷം ഇതുവരെ മുന്നോട്ട് പോയിരുന്നത്. ഇന്നലെ അവരുടെ തന്നെ ആവശ്യപ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച ഇന്നലെ ലോക്സഭയിൽ 12 മണിക്ക് നിശ്ചയിച്ചതുമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ, രാഹുൽ ഗാന്ധി എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ സർക്കാർ ഇന്നലെ തയ്യാറായിരുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പല പല ചോദ്യങ്ങൾ വേറെയും ഉയരുന്നുണ്ട്. ഈ പഹൽഗാമിൽ നടന്ന ആക്രമണം നടത്തിയ ഭീകരർ എവിടെ പോയി, പഹൽഗാമിൽ ആക്രമണം നടത്തിയത് അവർ തന്നെയാണോ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം, കോൺഗ്രസിന്റെ നേതാവ് ആയിട്ടുള്ള ഈ പി ചിദംബരം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ കടന്നാക്രമിച്ചു സർക്കാരിനെ. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവർ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഉള്ളവരാണോ, അത്തരത്തിലുള്ള അവിടെ നിന്നുള്ള ഭീകരന്മാരാണോ, അതോ ഇന്ത്യക്കകത്തുള്ള ഭീകരന്മാരാണോ എന്നുള്ളൊരു ചോദ്യം, ഈ ഒരു കുന്തമുനയുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച തടസ്സപ്പെടുത്തുന്ന ഒരു അജണ്ട പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമായി തന്നെ ഇന്നലെ രാജ്യത്തിന് ബോധ്യമായ ഒരു ദിവസമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.